ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒരുമിച്ച് വന്ന് സിനിമ വിജയത്തിലെത്തുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. മരക്കാറ് ചെയ്യുമ്പോൾ മരക്കാറ് ശരിക്കും അവാർഡ് വിന്നിംഗ് ആണ്, നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ബ്രോഡ് ആഡിയെ കുറിച്ച് ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടാവും പേഴ്സണലി. അപ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ വർക്കിന്റെ കാര്യത്തിൽ അംഗീകരിച്ചതാണ് ഒരർത്ഥത്തിൽ. പക്ഷെ ജനകീയമായിട്ടുള്ള ഒരു ചോദിച്ചറിയൽ നടന്ന ബ്രോഡ് ആഡിയിൽ മറ്റേത് ചെയ്തത് എങ്ങനെയാണ്, മറ്റേത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിക്കില്ലേ. ഇത് ചില കോൺട്രാസ്റ്റുകൾ നമ്മൾ പല രീതിയിലാണ് ആസ്വദിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് ആസ്വദിച്ചത്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കില്ലല്ലോ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിനല്ല അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. സോ നമ്മളതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. നമ്മളൊരു ജോലി ചെയ്തു, ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജേർണിയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അല്ലാതെ ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇരുന്ന് സംസാരിച്ചത് മലക്കോട്ടെ. ഐ തിങ്ക് ഞാൻ മരക്കാരിൽ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരുപാട് എഫേർട്ട് ഇട്ട സിനിമയാണ്. അത് എവിടേക്ക് എത്തിയില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഇല്ലാതാവുന്നില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഈ എല്ലാ സിനിമയും നമ്മൾ വരുന്ന രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും, അത് പുതിയ അനുഭവമാണല്ലോ. പുതിയ അനുഭവമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് വേണ്ടി ഒരുപാട് പഠനം നടത്തണം. അത് നടത്തി കഴിഞ്ഞിട്ട് ആ സിനിമ വിജയിക്കാതിരിക്കുന്നിടത്തൊക്കെയും എപ്പോഴും നമുക്കൊരു ടേക്ക് അവേ ഉണ്ട് അതിൽ നിന്ന്. അത് ചിലപ്പോൾ നമ്മുടെ ലേണിംഗ് ആയിരിക്കും. ഐ തിങ്ക് ഇതെൻ്റെ 13ാമത്തെ വർഷം എന്താണ് സിനിമയിൽ വന്നിട്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്നു. അല്ല, ഇപ്പോൾ നമ്മളൊരു കോസ്റ്റ്യൂം ഡിസൈനറോ ഫാഷൻ ഡിസൈനറോ ആയിരുന്നതുകൊണ്ട് മാത്രം നമുക്കിതുപോലെ പല രാജ്യങ്ങളിൽ പോവുകയും പല പേഴ്സണാലിറ്റികളെ നമുക്ക് പരിചയപ്പെടാനും അവിടെയുള്ള വസ്ത്രധാരണങ്ങളെ നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും, ഈവൻ ഇപ്പോൾ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ വിടും, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പം ഈവൻ ഗുജറാത്തിലൊക്കെ നമ്മൾ ഏറ്റവും ഒരു വളരെ ബാക്ക്വേർഡിലേക്ക് നിൽക്കുന്ന ചില വില്ലേജിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നെയ്ത്തുകൾ പോലും അവിടെ നമ്മൾ ഓൾമോസ്റ്റ് 2 മാസം എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ നെയ്ത്ത് ഗ്രാമത്തിലേക്കും ഞാൻ പോയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഡ്രൈവാണ്. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നു, നമ്മുടെ 10-15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് സെറ്റിൽ ആവുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി, നമ്മുടെ കമ്പനിയുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് എവിടേക്കുള്ളിലും യാത്ര ചെയ്യാം. മേ ബി ഒരു ഹാഫ് ഡേ നമുക്ക് പോയി ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന സിനിമയിൽ കൂടിയാണല്ലോ. ഇത്രയും തന്നൊരു സിനിമ നമുക്ക് വിജയിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് സന്തോഷിക്കാൻ വേറെ എത്രയും കാരണങ്ങളുണ്ട്. അപ്പൊ ഞാനതിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ എനിക്കതിൽ ആ പഠനം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അടുത്തൊരു സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിടിച്ചൊരു കണക്ഷനിലേക്കായിരിക്കും നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത്. അത് ചിലപ്പോൾ പ്രോബ്ലി എന്നെ പോലെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയില്ലേ. ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരുപാട് വർക്കുകളെ മിസ് ചെയ്യുന്ന ആളാണ്. മിസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ആളാണ്. അത് ചിലപ്പോൾ എൻ്റെ കുറച്ചും കൂടെ വേറൊരു വർക്കിലേക്ക് ഞാൻ സ്വാഭാവികമായി എത്തിച്ചേരാനുള്ള എൻ്റെ ഒരു ഇതാണ്. എന്നുവെച്ചാൽ എനിക്ക് എന്ത് എക്സൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് എന്ത് എക്സൈറ്റ് ചെയ്യുന്നതല്ല, എനിക്ക് ഇത് എക്സൈറ്റിങ് ഇനഫാണോ. ഇപ്പം ചില സിനിമകളുണ്ട്, ചിലപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അടുത്തൊരു 3 മാസം വലിയ കുഴപ്പമില്ലാതെ 3-4 മാസം എനിക്ക് വർക്ക് ചെയ്യാം. വലിയ കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികമായിട്ടുള്ള രീതിയിലൊക്കെ അതിങ്ങോട്ട് വരും. പക്ഷേ മേ ബി നമ്മളൊരു ആ 3 മാസം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ശരിക്കും ഒരു 4 മാസം നമുക്ക് റിലേറ്റീവ്ലി നമുക്ക് എത്രമാത്രം ഗുണം ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ പിന്നെ ഗുണം ചെയ്യില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഓക്കെ, ഈ സിനിമയിൽ പോയി ഇത് സാമ്പത്തികമായി എന്നെ ഹെൽപ്പ് ചെയ്തു, പക്ഷേ സിനിമ എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല. ആ സിനിമ ചിലപ്പോൾ നാളെ വിജയിച്ചേക്കാം, പക്ഷേ അതിൽ കോസ്റ്റ്യൂം കോൺട്രിബ്യൂഷൻ വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ സിനിമ എനിക്ക് വലിയ കാര്യമായിട്ടോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സ്റ്റിൽ ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തു. ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് അങ്ങനെ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒരുപാട് നല്ലതായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാം മേ ബി എനിക്ക് ആ 3 മാസം വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ബിക്കോസ് അതിനുള്ളിൽ ചിലപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഞാനൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നാൽ പോലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സിനിമകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് എനിക്ക് മേ ബി നെക്സ്റ്റ് ഇയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പുതിയ ഡയറക്ടേഴ്സിനെ നേരിട്ട് പോയി കാണാൻ പോലും എനിക്ക് പ്രശ്നമില്ല, എന്നെ അറിയാത്തവരുടെ അടുത്ത്. ബിക്കോസ് അവരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പോക്കൂടാ. ബിക്കോസ് അവരിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരതിന് മുൻപ് ചെയ്തിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് അയാളെ കാണാം. അയാൾ എത്ര ചിലപ്പോൾ എന്നെക്കാൾ 10 വയസ്സിന് താഴെയുള്ള ആളെ, ചെറിയ ആളായിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ. ഈ പ്രിയദർശൻ സാറിനെ ആദ്യം കാണാൻ പോയിട്ട് പലവട്ടം പോയിട്ടാണ് സിനിമയിലേക്ക് ഒപ്പത്തിലേക്ക് എത്തുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാറിനെ തന്നെ കാണണം എന്ന് നിശ്ചയിച്ചത് സാറിന് എത്ര ഇഷ്ടമായതുകൊണ്ടാണോ, അല്ല ഒരു ഹോപ്പ് ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു എവ്രിബഡി, ഇപ്പോൾ താങ്കളാണെങ്കിൽ പോലും പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സിനിമ നമ്മൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മറ്റുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മുടെ മലയാളത്തിൽ എസ്പെഷ്യലി നമ്മുടെ 90s ഒരുപാട് ഡയറക്ടേഴ്സ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നും നമ്മുടെ തമാശകൾ പലതും അദ്ദേഹത്തിൻ്റെ സിനിമയിലെത്തിയ. സോ അതൊന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വേറെ രീതിയിൽ അദ്ദേഹത്തിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് കോസ്റ്റ്യൂംസ്, ആർട്ട്, മേക്കപ്പ് എന്ന് പറയുന്ന ഈവൻ അദ്ദേഹത്തിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രെയിമിങ്, ഈവൻ ക്യാമറ എന്ന് പറയുന്ന ഈച്ച് ആൻഡ് എവറി ടെക്നിക്കാലിറ്റിയെ പറ്റി വളരെ അധികം അറിയാം. അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ താങ്കൾ ചോദിച്ചില്ലേ ഷർട്ട് എന്ന് പറയുന്നത് ഇതെന്താന്ന്, അത് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഭ്രാന്ത് ഉള്ള ഒരാളെയല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരാളെ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു ബോളിവുഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് നമ്മൾ ഒരു സിനിമ മലയാളം ചെയ്തിട്ട് നമ്മൾ തമിഴിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് വീണ്ടും വലുതാവുന്നു അല്ലേ, നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. ഹിന്ദിയിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും വലുതാവും, തെലുങ്കിൽ. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ പല ഭാഷയിലേക്കും പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളും അല്ലേ. അപ്പം എനിക്ക് തോന്നിയത് മലയാളത്തിൻ്റെ ആ സമയം തൊട്ട് തന്നെ ഉള്ള കുറേ ഡയറക്ടേഴ്സിൽ ഒരു ഭയങ്കര ബാൻഡ് വിഡ്ത്തുള്ള ഒരു ഡയറക്ടർ അദ്ദേഹം തന്നെയാണ്. പല ഭാഷകളായിട്ടും പലതരത്തിലുള്ള സിനിമകളൊക്കെ. സോ എനിക്ക് അങ്ങനത്തെ ഒരു ലോങ്ങിങ് പല ആൾക്കാരായിട്ടുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ഞാൻ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെത്തി, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ 2025 നമ്മുടെ ഒരു മലയാളം അല്ലെങ്കിൽ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരാളുടെ പേര്, ഇപ്പം നമ്മൾ പുറത്ത് ഒരുപാട് പേരുകൾ കേൾക്കുന്നു. നമ്മൾ വളരെ സാധാരണക്കാരായ എല്ലാവരും മനീഷ് മൽഹോത്ര എന്ന് കേട്ടിട്ടുണ്ടാവും. ഇനി അദ്ദേഹത്തിനെ വിട്ട് ഒരുപാട് സബ്യസാച്ചി, അങ്ങനെ എത്രയോ വലിയതും ചെറുതുമായ എത്രയോ ഭയങ്കര രസകരമായ ഫാഷൻ ഡിസൈനേഴ്സ് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ നിന്ന് ആരും നമുക്കൊരു പേര് പറയാനില്ല, അങ്ങനെ ആരുമില്ല. നമുക്കങ്ങനെ ഒരു പേര് പറയില്ലേ, അതായത് ഇപ്പോൾ IM വിജയൻ എന്ന് നമ്മൾ ഫുട്ബോളിൽ പറയുന്ന പോലെ ഒരു പേര് നമുക്ക് ഫാഷൻ എന്ന് പറയാനില്ല. സോ ഐ തിങ്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്, അത് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ എൻ്റെ ഒരു ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് മെൻസ് വെയർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ആ ഒരു ഫാഷൻ ഡിസൈനിങ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് സിനിമയ്ക്ക് പുറത്തും ബിക്കോസ് അങ്ങനത്തെ ടെക്നിക്കാലിറ്റീസ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മൾ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുകയും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഓൺലൈൻ ലേബിലൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ചില സിനിമകൾ വരുമ്പോൾ നമുക്കതിനെ നോ പറയാൻ പറ്റാത്ത സിനിമകളുണ്ട്. നമുക്ക് നോ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹം, അതുകൊണ്ട് നമുക്ക് നോ പറയാൻ പറ്റുന്നില്ല. മറ്റുള്ളവർക്കല്ലാതെ നമ്മൾ ചെയ്തേ പറ്റും എന്നുള്ള അതുകൊണ്ടല്ല. അങ്ങനത്തെ ഒരു 6-8 മാസം ലൈഫിൽ നിന്ന് മാറ്റി എടുത്തുകൊണ്ട്, സിനിമയിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അതിനോടൊരു 100% ഒരു നീതി പുലർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലേബൽ ചെയ്യണമെന്ന് ഞാനിപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. നടക്കട്ടെ. ഈ മരക്കാറിൽ യഥാർത്ഥത്തിലുള്ള ഡ്രസ്സോ ഇല്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ അവർ ധരിച്ചിരുന്ന ഡ്രസ്സോ ഒന്നും നമുക്കിപ്പോൾ ആ ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്യേണ്ടി വരും. എക്സാജറേഷൻസ് ചിലപ്പോൾ നമുക്ക് ആ സിനിമ കഴിയുന്നത് വരെ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ റീവാച്ച് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇത്ര കൊടുക്കണ്ടായിരുന്നു, വേറൊരു തരത്തിൽ അപ്രോച്ച് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മരക്കാരൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ചില സ്ഥലത്തൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് ഉറപ്പായിട്ടും. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലായിരുന്നു, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈവൻ ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിനും എല്ലാവർക്കും ഉണ്ടാവില്ല, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് നമുക്കും മറ്റുള്ള പല ആൾക്കാർക്കും ഒരുമിച്ച് തോന്നിയ ഒരു എന്താ പറയുക, ഒരു ഡിസിഷനാണത്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് തോന്നിയ ഇതേ കാര്യം തന്നെ മേ ബി ആഫ്റ്റർ 1 year ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അതേ നമുക്ക് അന്ന് തോന്നിയ കാര്യം നമുക്ക് വീണ്ടും ശരിയാണെന്നല്ലോ എന്ന് തോന്നാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്തു, അത് കുഴപ്പമില്ലാതെ വന്നു. അതെ, സിനിമ അത് അതിന്റെ പാർട്ടായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.